കേരളത്തിലെ ജനങ്ങൾക്ക് മതനിരപേക്ഷ കേരളം വേണോ, വർഗീയത ഇല്ലാത്ത കേരളം വേണോ, വർഗീയ കലാപം ഇല്ലാത്ത കേരളം വേണോ? ബി.ജെ.പി. മുന്നണിയെ നിരാകരിക്കണം. പിണറായി 3.0 എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇടതുമുന്നണിക്ക് കരുത്തേകുമോ ഈ ജനവിധി? തദ്ദേശ ഫലം പറയുന്നത് എന്താ? പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. അത് ഞാൻ ഏറ്റു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നൊരു ബൈബിൾ വാചകത്തിൽ ഞാൻ ആരംഭിക്കാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിനെ വിജയിപ്പിച്ചത് സത്യമാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അവർക്ക് ഇപ്രകാരമുള്ള വാർത്തകൾ ചമയ്ക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി അത് മുതലെടുക്കുന്ന ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും വർഗീയ ശക്തികളുമല്ല ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും അന്തസ്സാർന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടൽ കൊണ്ട് പൊറുതിമുട്ടി ഈ കേരളത്തെ രക്ഷിക്കാൻ ശ്രമിച്ചൊരു സർക്കാരിനെ നിരന്തരം വിവാദത്തിൽപ്പെടുത്തുകയും അപമാനിക്കുകയും ആക്രമിക്കുകയുമായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കാലഘട്ടത്തിൽ കേട്ട ആക്ഷേപങ്ങൾക്ക് കണക്കില്ല. ആക്രമിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരു സർക്കാർ, വേട്ടയാടപ്പെട്ട ഒരു സർക്കാർ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇടതുമുന്നണി ആവട്ടെ അല്ലെങ്കിൽ CPM ആവട്ടെ ഏറ്റവും വെറുക്കപ്പെട്ട കൂട്ടരാണ്. നിങ്ങളിലേക്ക് ആരും അടുക്കാൻ പാടില്ല, കാരണം നിങ്ങളാകെ വെറുക്കപ്പെട്ടവരാണ്, നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല തുടങ്ങിയ ആഖ്യാനങ്ങൾ പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, ചെറു ചാനലുകൾ, ചെറു നവമാധ്യമ കൂട്ടായ്മകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വല്ലാത്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇരയായി തീർന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പക്ഷെ സത്യത്തിന്റെ മുഖം അത് തെളിയാത്ത തരമില്ല, ആ സൂര്യൻ ഉദിക്കാത്ത തരമില്ല. ബൈബിൾ വാചകം വീണ്ടും ഉദ്ധരിക്കാം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വതന്ത്രരാക്കിയത് സത്യമാണ്. എന്താണ് സത്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ തകർക്കുകയായിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ 9 വർഷക്കാലം ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം തകരുകയായിരുന്നില്ല. LDF വരും, എല്ലാം ശരിയാകും. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. LDF വരും, എല്ലാം ശരിയാകും. ഇത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിക്കുന്ന കാലത്ത് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഏതൊക്കെയാണോ ശരിയാകാതിരുന്നത് അവയൊക്കെ ശരിയായിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. എന്നാൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ശരിയാകാൻ ബാക്കിയുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. നാൾ മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അന്ന് സംസ്ഥാന സർക്കാർ മികച്ചതായതുകൊണ്ടാണ് ഈ ഫലം വന്നതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ല. ഓഹോ, ഇതാണോ കാര്യം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അഭിമാന പുരസ്സരം ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യ രാജ്യത്ത് പിണറായി സർക്കാരിന്റെ 9 വർഷക്കാലം കഴിഞ്ഞപ്പോൾ കേരളം മുന്നേറിയോ ഇല്ലയോ? കേരളം 1ാം സ്ഥാനത്താണ്. സംസ്ഥാന കേരളം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പുകളെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളെങ്കിൽ ലോക്സഭയിൽ അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീ അനിൽകുമാർ? അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിന്റെ ആഖ്യാനം. അത്തരമൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള പാർട്ടികൾ നോക്കുമ്പോൾ അതിൽ BJPക്കെതിരായ പ്രതിരോധത്തിൽ ഒരു പങ്ക് കോൺഗ്രസിനുണ്ട്. അത് CPM അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ CPM ഭാഗമായത്. കോൺഗ്രസിന് ആ സമരത്തിൽ പങ്കില്ല എന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. ഇടത് പാർട്ടികളാണെന്നല്ലേ CPM തന്നെ പറയുന്നത്? അത് ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുണ്ടോ? അല്ലല്ല, ഞങ്ങൾ പറയുകയല്ല, ഞങ്ങൾ ചെയ്യുകയാണ്. ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ ഈ കർഷക സമരം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് പാർലമെന്റിൽ 4 സീറ്റേ ഉള്ളൂ. ഞങ്ങൾ ദുർബലപ്പെട്ടവരായി ഞങ്ങളെ വിലയിരുത്തുന്നവരുണ്ട്. ഈ രാജ്യ ചരിത്രത്തിൽ മോദിയെ കൊണ്ട് മുത്തുകുട്ടിച്ച ഒരു ദേശീയ കർഷക സമരം 1 ലക്ഷം മനുഷ്യർ ദിവസങ്ങളോളം ബോംബെ നഗരത്തിലേക്ക് നടന്നത് ചെങ്കൊടി പിടിച്ചാണ്. എത്രയെത്ര സമരങ്ങൾ നടത്തി പത്രത്തിൽ പേരും ഫോട്ടോയും വന്ന ആളാണെന്ന് അറിയാവോ? അത് ഈ പാർട്ടി സംഘടിപ്പിച്ചതാണ്, കിസാൻ സഭ സംഘടിപ്പിച്ചതാണ്. അതിൽ ചെങ്കൊടിക്കൊരു പങ്കുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, സംസ്ഥാനമായ കേരളത്തിൽ ഇന്ന് രാജ്യത്ത് തൊഴിലാളി പണിമുടക്കം. ശ്രീ അനിൽകുമാർ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം കേരളത്തിലെ ഭരണം തൽക്കാലം മറന്നേക്കാം, ഡൽഹിയിലേക്ക് മാത്രം നോക്കാമെന്ന് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ നോക്കിയേക്കാം, അത് നോക്കി വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്നാണ്. ദയനീയമായ തോൽവി എന്ന് പറഞ്ഞിടത്തുനിന്നാണ് 2020 കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം നൽകിയത്. 2021 ഇന്നത്തെ LDFന് ചിന്തിക്കാനാകാത്ത ഉയരത്തിലേക്ക് ഞങ്ങളെ ഉയർത്തി ജനങ്ങൾ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ അഭിമാനത്തോടെ കാണുന്നത്? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആളുകളുടെ മാനദണ്ഡം വേറെയാണ്. കോൺഗ്രസിന് തുരുമ്പെടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് തുരുമ്പെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ട് SDPയെ വിഴുങ്ങിയിരിക്കുന്നു. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും
ഇവര് വെള്ളപൂശിയതിന്റെ ഫലമായി ഇവർ ഈ സമൂഹത്തിനകത്ത് മാന്യത കൊടുത്തതിന്റെ ഭാഗമായി കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അപകടകരമായ പാഠം. ശ്രീ കെ അനിൽകുമാർ, നേരത്തെ ശ്രീ അനിൽ അക്കര പറഞ്ഞത് നിങ്ങൾ ഈ SDPI ബന്ധം ആരോപിക്കുന്നത് നിങ്ങൾ SDPIയുടെ വോട്ട് വാങ്ങി ജയിക്കുമ്പോൾ അതേക്കുറിച്ച് മിണ്ടാതിരിക്കുകയും നിങ്ങൾക്ക് പരാജയം വരുമ്പോൾ അത് UDF SDPIയുടെ പിന്തുണ തേടുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുവെന്നാണ്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. CPM അതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും SDPയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ SDPI LDFന് വോട്ട് ചെയ്യുന്നു എന്നൊരു വിഷയമില്ല. മാത്രമല്ല, ആ വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. RSSന്റെ വോട്ട് പോലെ തന്നെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും വോട്ട് ചെയ്ത് ഞങ്ങൾക്കാരും ജയിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അത്തരമൊരു ആർജവമുള്ള നിലപാട് പറയാൻ UDFന് കഴിയില്ല. UDF തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അപ്പോൾ തന്നെ SDPയുടെ കൊടി ഉയരും, ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി ഉയരും. ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം SDPക്കാണോ ജമാഅത്തെ ഇസ്ലാമിക്കാണോ എന്നുള്ള തർക്കമാണ് ഇപ്പൊ അതിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശ നോക്കിക്കോ, ഉടുമ്പ് വെറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് 2024 ഞങ്ങൾ അഭിസംബോധന ചെയ്തത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞങ്ങൾ ശരിക്കും ആ തോൽവിയെ കുറിച്ച് പഠിച്ചു, അടിമുടി പഠിച്ചു. കോൺഗ്രസിന് അനുകൂലമായ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആളുകൾ വോട്ട് ചെയ്തു, ഒക്കെ ശരിയാണ്. അതുമാത്രമല്ല ഞങ്ങൾക്ക് ദോഷകരമായത് എന്ന് CPMഉം LDFും വിലയിരുത്തി. സർക്കാർ ക്ഷേമ നടപടികളിൽ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹം മൂലമാണെങ്കിലും കുറവുകൾ ഉണ്ടായി എന്ന് ഞങ്ങൾ സത്യസന്ധമായിട്ട് കണ്ടു. കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ സർക്കാരിന്റെ തുടർന്നുള്ള കാലം അതിൽ കുറവുണ്ടാവില്ല. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി. അതിലൂടെ എന്താ കാണുന്നത്? ഈ സർക്കാർ ജനവികാരം മനസ്സിലാക്കി തെറ്റു തിരുത്തുന്ന സർക്കാരാണ്, കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ്. ഞങ്ങൾ കുറവുകൾ ഇല്ലാത്തവരല്ല, കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ്. സാറിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും LDFനകത്തും അടിമുടി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമെല്ലാം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആളുകളുടെ മനസ്സിലുണ്ട്. ഇതുകൂടി മനസ്സിലാക്കി ഞങ്ങൾ തിരുത്തണം. വസ്തുതാപരമാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരമൊരു പ്രതീതി നിർമ്മിക്കാൻ അവസരം കൊടുക്കാത്ത വിധം തിരുത്താം. അടിമുടി നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾ തിരുത്തലിന് വിധേയരായി. തെറ്റുപറ്റിയാൽ 30-40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. എല്ലാ നേതാക്കളും വിമർശനം കേട്ടു, വിമർശനം ആസ്വദിച്ച് കേട്ടു, തിരുത്തലിന് വിധേയരായി. ഞങ്ങൾ ഈ നാട്ടിലെ വിഭജനങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അജണ്ടയുമില്ല. പാർട്ടിക്കോ സർക്കാരിനോ അതിനെ നയിക്കുന്ന നേതാക്കന്മാർക്കോ അജണ്ടയില്ല. നമുക്കറിയാലോ പുതിയ കേരളത്തിന് എന്ത് വേണം, ആ പുതിയ കേരളത്തിന് വേണ്ടത് നൽകാൻ ഞങ്ങൾക്ക് ഇന്ന പദ്ധതിയുണ്ട്. നിങ്ങൾ ഈ നിഷേധാത്മക രാഷ്ട്രീയം വെച്ച് എത്ര കാലം കളിക്കും? UDF ഈ പറയുന്ന 41 നിൽക്കൂ. ഈ പാറ്റേൺ മതിയെങ്കിൽ നിങ്ങൾ ഇരുന്നോ, നിങ്ങൾ അങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾ പൊങ്ങിയാൽ എത്രത്തോളം പൊങ്ങും? 41. LDFന്റെ ആത്മവിശ്വാസം എന്താണ്? ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? ഇനിയും ഞങ്ങൾ തിരുത്തും. ഇത് നടപ്പാക്കാനുള്ളതിലും ഒരു വീഴ്ചയുമില്ലാതെ അത് ശബരിമല വിഷയത്തിൽ വീട് കയറി ഇറങ്ങി തിരുത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. തിരുത്തും ശരിയാണ്, അവർ തിരുത്തിക്കോട്ടെ, നമുക്ക് എന്താ കുഴപ്പം? തിരുത്തണല്ലോ. അതിനല്ലേ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ അകത്തും പുറത്തും ഒക്കെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് കാലത്ത് തിരുത്താം, ഉച്ചയ്ക്ക് തിരുത്താം, വൈകുന്നേരം തിരുത്താം, പാതിരയ്ക്ക് തിരുത്താം. ഇപ്പൊ ഒരു ദിവസം 10 തവണ 12 തവണ തിരുത്തേണ്ടി വരുന്ന 365 ദിവസങ്ങൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തെറ്റുകൾ ചെയ്യുക എന്ന് പറയപ്പെടുന്നത് തിരുത്താനുള്ള ഒരു മാർഗമായി കാണരുത് എന്ന് മാത്രമാണ് അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളൂ. Bing bing